ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് കോവക്ക കൊണ്ട് നല്ലൊരു വിഭവം റെഡിയാക്കിയെടുക്കാം. അതിനുവേണ്ടി 1 കിലോ കോവക്ക നന്നായി കഴുകി വൃത്തിയാക്കി വട്ടത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ച് ഹീറ്റ് ചെയ്യാം. നന്നായി ഹീറ്റായി വരുന്ന സമയത്ത് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കഴുകി വെച്ച ഉഴുന്നുപരിപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കഴുകിയെടുത്ത തുവരപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് രണ്ടും നന്നായി ഇളക്കി ചൂടാക്കിയെടുക്കണം. ഒന്ന് ഡ്രൈ ആകുന്നത് വരെ ഇളക്കി ഇതുപോലെ ചൂടാക്കിയെടുക്കണം. ഇത് നന്നായി ഒന്ന് ഡ്രൈ ആയി വരുന്ന സമയത്ത് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ നല്ല ജീരകം ചേർത്ത് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് ചേർത്ത് കൊടുക്കാം. ഇതിനി നന്നായി ഒന്ന് വറുത്തെടുക്കണം. ഇത് നന്നായി ഒന്ന് പൊട്ടി കളറ് മാറി വരുന്ന സമയത്ത് ഇതിലേക്ക് 1/2 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങ ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കണം. തേങ്ങയുടെ കളറൊന്ന് മാറി വരുന്നത് വരെ വറുത്തെടുക്കണം. ഈ സമയത്ത് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി തേങ്ങയുടെ കളറൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടി ചേർത്ത് കൊടുത്ത് 2-3 മിനിറ്റ് ഇതുപോലെ വറുത്തെടുക്കണം. എന്നിട്ട് ഇതൊന്ന് ചൂടാറാൻ വേണ്ടി മാറ്റിവെക്കാം. ഇനി ഒരു ചട്ടി അടുപ്പിൽ വെച്ച് ഹീറ്റ് ചെയ്യാം. നന്നായി ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് 1 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിച്ചെടുക്കാം. കടുക് നന്നായി പൊട്ടി വരുന്ന സമയത്ത് 1 ടീസ്പൂൺ വെളുത്തുള്ളി കൊത്തിയരിഞ്ഞതും 1 ടീസ്പൂൺ ഇഞ്ചി കൊത്തിയരിഞ്ഞതും ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് 1 മിനിറ്റ് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് 1 സവാള ഫൈനായിട്ട് സ്ലൈസ് ചെയ്തത് കൂടി ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. ഇതൊന്ന് ട്രാൻസ്പെറൻ്റായി വരുന്ന സമയത്ത് ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുത്ത് നന്നായി വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ച കോവക്ക ചേർത്ത് കൊടുക്കാം. എന്നിട്ടിതൊന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം. കോവക്ക മീഡിയം ഫ്ലെയിമിലിട്ട് ഇതുപോലെ ഇളക്കി നന്നായി ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇത് കവർ ചെയ്ത് വെക്കാതെ തന്നെ നന്നായി ഇളക്കി കുക്ക് ചെയ്തെടുക്കുന്നതാണ് നല്ലത്. കോവക്ക കുക്കായി കിട്ടുന്ന സമയം കൊണ്ട് ചൂടാറാൻ വേണ്ടി മാറ്റിവെച്ച റോസ്റ്റ് ചെയ്ത തേങ്ങ മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്ത ശേഷം ഇതിലേക്ക് 2 നുള്ള് കായപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് തരിതരിപ്പോടുകൂടി ഒന്ന് പൊടിച്ചെടുക്കണം. ഈ ഒരു പരുവത്തിൽ വേണം പൊടിച്ചെടുക്കാൻ. കോവക്ക ഇതുപോലെ ഇളക്കി കുക്ക് ചെയ്തെടുക്കണം. 1/4 ഭാഗം കുക്കായി കിട്ടുന്നത് വരെ ഇതുപോലെ തന്നെ ഇളക്കി കുക്ക് ചെയ്തെടുക്കാം. 1/4 ഭാഗം കുക്കായി കിട്ടുന്ന സമയത്ത് ഇതിലേക്ക് പൊടിച്ചു വെച്ച തേങ്ങാ മിക്സ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഇതിനി മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് നന്നായി ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. കോവക്ക നല്ല പെർഫെക്റ്റ് ആയിട്ട് കുക്കായി കിട്ടുന്നത് വരെ ഇതുപോലെ ഇളക്കി തന്നെ കുക്ക് ചെയ്തെടുക്കാം. കോവക്ക കുക്കായി കിട്ടുന്ന സമയത്ത് ഉപ്പ് ചെക്ക് ചെയ്ത് ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ടിതുപോലെ നന്നായി മിക്സ് ചെയ്ത് കുക്ക് ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കോവക്ക ഫ്രൈഡ് റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണേ. ഇതുപോലെ ഉണ്ടാക്കിയാൽ കോവക്ക ഇഷ്ടമല്ലാത്തവർ പോലും നല്ല ആർത്തിയോടെ കഴിക്കും. അത്ര ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു കോവക്ക ഫ്രൈഡ് റെസിപ്പിയാണ്. കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വാല്യുബിൾ കമൻറ്റ്സ് അറിയിക്കാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.